Question നോക്കിക്കേ. The probability of getting a bad egg in a lot of 400 is 0.035. Then number of bad eggs is equal to dash. കിട്ടിയോ? എന്ത് ചെയ്യും? 1 മൈനസ് ചെയ്യണം. ഇങ്ങനെയാണോ? അല്ല. പിന്നെ നമ്പർ ഓഫ് ബാഡ് എക്സ് എത്ര ആണെന്നാ? 400 എഗ് ഉണ്ട്. അതിനുള്ളിൽ നല്ലതും ചീത്തയായിട്ടുള്ള എഗ്ഗുകളാണ് ഉള്ളത് ടോട്ടൽ. അതിനുള്ളിൽ ബാഡ് എഗ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 0.035 ആണ്. അങ്ങനെയാണെങ്കിൽ ബാഡ് എഗിന്റെ എണ്ണം എത്ര ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻറ്റു ചെയ്താൽ മതി. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി. 400 ഇൻറ്റു നമ്പർ ഓഫ് ബാഡ് എക്സ് ഈസ് ഈക്വൽ ടു 400 ഇൻറ്റു 0.35. കേട്ടോ? അത് എത്ര എളുപ്പം കണ്ടുപിടിച്ചേ. എളുപ്പം ഇൻറ്റു ചെയ്ത് എളുപ്പം കണ്ടുപിടിക്കാൻ. കിട്ടിയോ? കിട്ടിയോ? എത്ര കിട്ടി? 14 കേട്ടോ? അപ്പൊ ഗുഡ് എഗിന്റെ ആയിരുന്നു ക്വസ്റ്റൻ എങ്കിലോ അത്രയും ചെയ്യണമെന്നില്ല. അങ്ങനെ ചെയ്താലും കിട്ടും. ബാഡ് എഗിന്റെ എണ്ണ ഇതേപോലെ കണ്ടുപിടിക്കുക. അങ്ങനെ ബാഡ് എഗിന്റെ പ്രോബബിലിറ്റി തന്നിട്ട് ഗുഡ് എഗിന്റെ എണ്ണം ചോദിക്കും. ബാഡ് എഗിന്റെ പ്രോബബിലിറ്റി തന്നിട്ട് ഗുഡ് എഗിന്റെ എണ്ണം ചോദിച്ചാൽ ഇതേപോലെ ബാഡ് എഗിന്റെ എണ്ണം നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എത്ര? 14 ഇല്ലയോ? എന്നിട്ട് ഈ 400 നിന്നും ഈ 14 എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ബാക്കി അപ്പൊ ഗുഡ് എഗ് ആയിരിക്കുമല്ലോ. അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന. അല്ലെങ്കിൽ പിന്നെ 1 നിന്നും ഇയാളെ മൈനസ് ചെയ്ത് കിട്ടുന്നതിനെ പിന്നെ 400 കൊണ്ട് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇച്ചിരി വലിയ നമ്പർ ഇൻറ്റു ചെയ്യേണ്ടി വരും. എത്രയേ ഉള്ളൂ ബുദ്ധിമുട്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The volume of the largest circular cone. The volume of the largest circular cone. The volume of the largest circular cone that can be cut out from a cube. That can be cut out from a cube of side 4.2 centimeter. Of side 4.2 centimeter. Volume of the largest circular cone that can be cut out from a cube of side 4.2 centimeter. Cube എന്ന് പറഞ്ഞാൽ എന്താ? സമചതുരപ്പെട്ടി കേട്ടോ. ക്യൂബ്. അതിനകത്തുനിന്ന് നമുക്ക് 4.2 സെന്റിമീറ്റർ ആണ് അതിന്റെ വൺ സൈഡ്. അതിനൊന്നും കിട്ടാവുന്ന ഏറ്റവും വലിയ കോണിന്റെ വോളിയത്തിനെ കണ്ടുപിടിക്കണം. എളുപ്പം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഒക്കെ എഴുതാം. 58.2, 19.4, 9.7 and 77.6. ഇത്രയാണ് എന്റെ ഓപ്ഷൻസ്. കോണ. വോളിയം ഓഫ് ദ ലാർജസ്റ്റ് കോൺ. കോണിന്റെ വോളിയത്തിന്റെ ഫോർമുല ആർക്കെങ്കിലും പറയാം? കോണിന്റെ വോളിയം 1/3 πr²h. h എന്തായിരിക്കും? സൈഡ് തന്നെ. താഴെ നിന്ന് മണ്ട വരെയല്ലേ? അപ്പൊ ആ സൈഡിന്റെ റേഡിയസ് അതിന്റെ പകുതി. 4.2 പകുതി റേഡിയസ് 2.1. ഹൈറ്റ് 4.2. ഹൈറ്റ് നടക്കുന്നു. ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടിയുടെ ഹൈറ്റ് തന്നെ ആയിരിക്കത്തില്ലേ കോണിന്റെ ഹൈറ്റ്? ഇല്ല, ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര തന്നെ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ ഹൈറ്റ് വരെ മാക്സിമം കിട്ടത്തുള്ളൂ. ഇതാ നമ്മുടെ പെട്ടി.
ഇതല്ലേ നമ്മുടെ പെട്ടി. ഇപ്പൊ ഇവിടെ നമുക്ക് ഉണ്ടാക്കുന്ന കോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ഉണ്ടോ? അപ്പൊ അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സൈഡിൽ തന്നെ ആയിരിക്കും. ആ ഉള്ളിലെ ഹൈറ്റ് ചരിഞ്ഞ അല്ലല്ലോ, ചരിഞ്ഞ ഹൈറ്റ് എച്ച്. ആ അപ്പോൾ എത്ര മണി? എച്ച് എത്ര? 4.2. ആർ എത്ര? 2.1. എളുപ്പം 1/3 πr² വെച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. സിംപ്ലിഫിക്കേഷൻ ഫാസ്റ്റ് ആയെങ്കിലും അവിടെയൊക്കെ പണി നടക്കത്തുള്ളൂ. സിംപ്ലിഫിക്കേഷൻ വളരെ ഫാസ്റ്റ് ആവണം. എളുപ്പം ചെയ്യണേ, വളരെ നമ്മുടെ ടൈം കളയല്ല. എൻ്റെ 25 സെറ്റും ഉണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടോ. നിങ്ങളുടെ CBSE എക്സാമിനുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് 25 സെറ്റ്സ് ഉണ്ട്. അതിങ്ങനെ കവറപ്പ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻസിൻ്റെ നോക്കിക്കേ. അപ്പോൾ 1/3 πr² 4. ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിയത്? ഇവിടെ നിങ്ങൾ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. 7 കൊണ്ട് 2 കട്ട് ചെയ്താൽ 0.3. പിന്നെയും 3 കൊണ്ട് 2.1 കട്ട് ചെയ്താൽ 0.7. ഇനി ഒന്നും കട്ടിങ് ഒന്നും ഇല്ല. ഇതെല്ലാം ഇൻറ്റു ചെയ്തേ പറ്റൂ. ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്തതിൻ്റെ അകത്ത് എത്ര കിട്ടും നോക്കിക്കേ. 19.4. ഓക്കെ, 19.4 കാര്യം പിടികിട്ടിയല്ലോ. ഇനി നിങ്ങളുടെ ഫാസ്റ്റ് ചെയ്യാറില്ല. ഞാൻ ഇനി അതിൻ്റെ പഠിപ്പിക്കാനൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If one root of the equation a into b minus c into x square, a into b minus c into x square plus b into c minus a into x, b into c minus a into x plus c into a minus b equal to 0 is 1. Then other root is dash. ഇവിടെ ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. a into b minus c ഡിവൈഡഡ് ബൈ c into a minus b എന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ c into a minus b divided by a into b minus c, a into b minus c, b into c minus a, b into c minus a by a into b minus c. എല്ലാം കണ്ടാ ഒരുപോലെ ഇരിക്കും. അടുത്തത് a into b minus c by a into b minus c by b into c minus a. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻ. മോനെ ശ്രദ്ധിക്കണേ, മീനിങ് എല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ട് കാര്യമില്ല. മീനിങ് എന്തുവാ? മീനിങ് എന്തുവാ? ഇഫ് വൺ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് 1 എന്ന് പറഞ്ഞാൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ. ഇതിന് എത്ര റൂട്ട്സ് ഉണ്ട്? 2. അതിലൊരു റൂട്ട് ആരാ? മറ്റേ റൂട്ട് എത്ര ആണെന്നാ. അപ്പൊ നമുക്ക് ഇത് -b + or - വെച്ചും ചെയ്യേണ്ടതൊന്നും അല്ല കേട്ടോ. അതൊന്നും ചെയ്യാൻ അറിയാമായിരുന്നു. നമ്മളിപ്പോ ചെയ്യേണ്ട ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ സം ഓഫ് ദ റൂട്ട്സ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് പോളിനോമിയൽ പഠിച്ചിട്ടില്ലയോ? അതായിരിക്കും ഇത്തിരി നല്ലത്. മോനെ ആൽഫ ആൻഡ് ബീറ്റ നമുക്കറിയാം. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്തായിരുന്നു ഫോർമുല? പറ. C/A. ഈ C/A എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ട്. C എന്ന് പറഞ്ഞാൽ ആരാ? കോൺസ്റ്റന്റ്.
എ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, അതാണ് എടുക്കുന്നത്. പറഞ്ഞ മോനെ ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ സി ബൈ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ആരായിട്ട് വരേണ്ടത് സി, ദാറ്റ് ഈസ് സി ഇൻറ്റു എ മൈനസ് ബി ബൈ എ എത്ര മോനെ എ ഇൻറ്റു ബി മൈനസ് സി. ശരിയല്ലയോ? പഠിച്ചിട്ടല്ലയോ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് സി ബൈ എ, ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ സി ബൈ എ. ഇവിടെ ആൽഫ എത്ര എന്നറിയാം 1. അപ്പൊ ഈ ആൽഫയ്ക്ക് ആരെ കൊടുത്താൽ 1, അപ്പൊ 1 ഇൻറ്റു ബീറ്റ, അപ്പൊ 1 ഇൻറ്റു ബീറ്റ എത്ര കിട്ടി? ആൻസർ കിട്ടി. തീർന്നില്ലയോ? ബീറ്റ അല്ലേ നമ്മുടെ രണ്ടാമത്തെ റൂട്ട്, ബീറ്റയിൽ നമ്മുടെ രണ്ടാമത്തെ. ഇവിടെ ഏതാ ആൻസർ? സി ഇൻറ്റു എ മൈനസ് ബി ബൈ 2 ഉണ്ടല്ലോ. ഇതാ നമ്മുടെ റൂട്ട് കേട്ടോ. ഉണ്ടോ? നമുക്ക് ചെറിയ ക്വസ്റ്റൻ ആയിരുന്നു, പക്ഷെ നമുക്ക് ഇങ്ങനെ തോന്നിക്കണം. ചെറിയ വ്യത്യാസം ഉള്ളായിരുന്നു കേട്ടോ. അല്ലേ കറക്റ്റ് ആയിരുന്നു കേട്ടോ, ചെറിയ വ്യത്യാസം ഉള്ളായിരുന്നു. Fourth question. Eleventh term of the AP. മറ്റേ ചെയ്തു പോലെ കേട്ടോ. ഞാനിവിടെ കുറച്ച് സ്റ്റെപ്പൊക്കെ എഴുതിയിട്ടുള്ളൂ, അറിയാമല്ലോ. ആൽഫ ഇൻറ്റു ബീറ്റ എന്നൊക്കെ നിങ്ങൾ 1-2 സ്റ്റെപ്പ് വേണം താത്ത എഴുതി പോകണം. ഞാൻ അതിനെല്ലാം മാറ്റി മാറ്റി മോഡിഫൈ ചെയ്തേക്കും കേട്ടോ. 11th term of the AP -5 by 2 0 5 by 2 is dash. 11th term of the AP -30 -20 +30 +20. മനെ ഈ APയുടെ 11ാമത്തെ ടേമിനെ കണ്ടുപിടിക്കണം. ആരാ 11ാമത്തെ ടേം? ഒന്ന് ചെയ്യാമോ? ഇവിടെ എ എഴുതിക്കേ. നമുക്ക് എയും ഡിയും വേണ്ട. 11th ടേമിന്റെ ഫോർമുല ആരാ? എ പ്ലസ് 11th ടേമിന്റെ ഫോർമുല എ പ്ലസ് 10d. അറിയാമല്ലോ. 11 - 1 n - 1 11 അപ്പൊ 10d. അപ്പൊ ഇവിടെ എക്കും ഡിക്കും വാല്യൂ കൊടുക്കണ്ടായോ? കേട്ടോ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് കേട്ടോ. എ എത്ര മോനെ? മൈനസ്. അപ്പൊ എക്ക് ആരെ കൊടുത്തോ? -5 പ്ലസ് 10 ഇൻറ്റു എത്ര മോനെ ഇനി വേണ്ടത്? ഡി. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ഡേ മൈനസ്. അപ്പൊ ഇതേ മൈനസ് ഇതൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പൊ തീരത്തില്ല. തേർഡ് ഡേ മൈനസ് സെക്കൻഡ് ഡേ. ഇത് നോക്കിക്കേ, ഇവിടെ നിന്ന് മൈനസ് ചെയ്ത് ഫോർത്ത് ഡേ മൈനസ് തേർഡ് ഡേ. അപ്പൊ എത്ര കിട്ടും? 5/2 - 0 എത്ര? അതേ ഉള്ളു ഡി. അല്ല, നിങ്ങൾ ഇതേ മൈനസ് എന്നൊക്കെ ചെയ്യാൻ ശ്രമിക്കും, അവിടെ കിടന്ന് മൈനസും എല്ലാം കൂടെ കിടന്ന് പാടുപെട്ട് ബുദ്ധിമുട്ടോ. സെക്കൻഡ് ഡേ മൈനസ് ഫസ്റ്റ് ടൈം ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഡി കണ്ടുപിടിക്കാൻ. ഏത് ടൈമിൽ നിന്നും തൊട്ടിപ്പുറത്തുള്ള ടൈമിന് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ പോരായോ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 0 കിടക്കുന്നുണ്ട്, ഇതേ മൈനസ് എന്നപ്പോൾ ഇത് തന്നെ എടുത്തില്ല ഡി. അപ്പൊ ഇവിടെ ആരെ കൊടുക്കണം മോനെ? ആരായിട്ടാണ് കൊടുക്കേണ്ടത്? 5/2. ഇവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും മോനെ? 2 കൊണ്ട് ഇതിനെ കട്ട് ചെയ്ത് എത്ര? 5. അപ്പൊ -5 + 25. -5 + 25 becomes our answer 20. കണ്ടോ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 0 and a - b, a + b. These 2 points ന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എളുപ്പം ചെയ്തേ. 1 minute. ഇവിടെ ഓപ്ഷൻസ് ഞാൻ ഇട്ടേക്കാം. 2 × √AB √2a² + 2b². അടുത്ത 2 × √a² + b². അടുത്തത് √2a² + ab. ഇത്രയാണ് എന്റെ ഓപ്ഷൻസ്. What is the distance between 0 0 and a - b, a + b? കിട്ടേ? ഓക്കെ. ഞാനിപ്പോ അതിന്റെ മെത്തേഡ് പറയും. ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഓക്കെ മോനെ, ഇനി ചെയ്ത് തുടങ്ങുന്ന ടൈം ആയതുകൊണ്ട് ഞാൻ ഇനി പറയുക. ഈ 2 പോയിന്റ്സുകളുടെ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഒറിജിൻ ആണെങ്കിൽ 0 0 ആണെങ്കിൽ
ഡിസ്റ്റൻസ് ചോദിക്കുമ്പോൾ മറ്റേ പോയിന്റിന്റെ കോർഡിനേറ്റ്സുകളുടെ സ്ക്വയർ എന്ന് എടുത്താൽ മതി റൂട്ടിനുള്ളിൽ. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ ചെയ്യണം കേട്ടോ. രണ്ട് പോയിന്റ്സുകളുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു പോയിന്റ് ആരാണെങ്കിൽ ഒറിജിൻ 0 0 ആണെങ്കിൽ മറ്റേ നമ്പറിന്റെ സ്ക്വയേഴ്സുകൾ ഒന്ന് ആഡ് ചെയ്താൽ മതി. ഈ പോയിന്റ് അല്ലേ ഒന്ന് കേട്ടോ. ഇപ്പൊ 0 0യും 2 3 നമ്മുടെ ഡിസ്റ്റൻസ് ഒരാൾ ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്താൽ മതി? റൂട്ടിനുള്ളിൽ ഈ 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അങ്ങനെ ചെയ്താൽ മതി. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇവനെ ഒഴിവാക്കിയിട്ട് മറ്റേ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റിന്റെ സ്ക്വയർ പ്ലസ് വൈ കോർഡിനേറ്റിന്റെ സ്ക്വയർ ഇൻ റൂട്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ വരുമ്പോ ഇതാണ് നമ്മുടെ മറ്റേ പോയിന്റ്. അപ്പൊ ഇതാണ് എക്സ് കോർഡിനേറ്റ്, ഇതാരാ? അപ്പൊ ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 2a സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ എന്ന് കിട്ടും. എന്തുകൊണ്ടാന്ന് കേട്ടോ, ഇവിടെ ഒരു -2ab വരും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, ഇവിടെ +2ab വരെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ. അത് തമ്മിൽ എന്തേ പോവും? ബാക്കി ഇവിടെ ഒരു a സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു a സ്ക്വയർ ഉണ്ട്, 2a സ്ക്വയർ. ഇവിടെ ഒരു b സ്ക്വയർ, ഇവിടെ ഒരു b സ്ക്വയർ, 2b സ്ക്വയർ. ഇതാണ് എന്റെ ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് ഇരിക്കണേ, എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് ഇരിക്കണം. നോക്ക്, സീറോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 88x പ്ലസ് 125 are സീറോസ് ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇതിന്റെ സീറോസുകൾ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് വരും? ബോത്ത് ആർ നെഗറ്റീവ്, ബോത്ത് ആർ പോസിറ്റീവ്, ബോത്ത് ആർ ഈക്വൽ, വൺ ഈസ് പോസിറ്റീവ് ആൻഡ് അതർ ഈസ് നെഗറ്റീവ്. പറയണം കേട്ടോ. നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എത്ര സീറോസ് ഉണ്ട്? എത്ര സീറോസ് ഉണ്ട്? എത്ര? 2. ആ 2 സൈൻ അറിയാം, അതിന്റെ സൈൻ ഉണ്ടല്ലോ, പോസിറ്റീവ് നെഗറ്റീവ് കിട്ടുന്നത്. ഇത് മുഴുവൻ പോസിറ്റീവ് അല്ലേ മോനെ? ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, അങ്ങനെയാണ് ഈ 2 നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. ആൻസറുകൾ 2 എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഫുൾ ടൈംസ് പോസിറ്റീവിലാണെങ്കിൽ നമ്മുടെ സീറോസുകൾ 2 എന്തായിരിക്കും? നെഗറ്റീവിലായിരിക്കും. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ ഒരു ഓപ്ഷനോടെ കേട്ടോ, ഒന്ന് കേട്ടോ. ഇതിപ്പോ എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് സീറോസുകൾ എന്താന്നാ പറഞ്ഞത്? നെഗറ്റീവ്. ഇനി ഇത് മാത്രം നെഗറ്റീവ്. ശ്രദ്ധിച്ചു കേൾക്കണേ, ആ നടുക്കളത്തെ എക്സിന്റെ ടേമിന്റെ കോഎഫിഷ്യന്റ് മാത്രം എന്താണ്? അങ്ങനെ 2ഉം പോസിറ്റീവ് ആവും. മനസ്സിലായല്ലോ? 2 എന്താവും? ഇനി ഇത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ 1 ഈസ് പോസിറ്റീവ് ആൻഡ് അതർ ഈസ് എന്താവും? നെഗറ്റീവ്. ഏതാ? ലാസ്റ്റ് കോൺസ്റ്റന്റ് ടൈം നെഗറ്റീവ് വരുമ്പോൾ ആൻസർ ഒരാൾ പോസിറ്റീവും ഒരാൾ എന്തായിരിക്കും? നെഗറ്റീവ്. അപ്പൊ ഇതൊക്കെ പഠിച്ചിരുന്നോണോ? മനസ്സിലായല്ലോ? മനസ്സിലാകുന്നുണ്ടല്ലോ. ഇവിടെ എ ബി സിയിലെ മുഴുവൻ പോസിറ്റീവ് ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? സീറോസുകൾ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ 2 ആരായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഏതാ? എയും ബിയിലെ സിയിലെ ബി മാത്രം നെഗറ്റീവ്, സി എന്താണ്? പോസിറ്റീവ്. എയും സിയും പോസിറ്റീവ്, സി മാത്രം എന്താ? സോറി, ബി മാത്രം എന്താ? നെഗറ്റീവ്. ഈ ബിയുടെ ടൈം നെഗറ്റീവ് ആണെങ്കിൽ സീറോസുകളുടെ 2 സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇത് നോക്കണ്ട. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഒരാൾ പോസിറ്റീവ്, മറ്റാൾ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ കോഎഫിഷ്യൻസുകളെ നമുക്ക് നോക്കി കിട്ടുന്ന ആൻസറുകളുടെ സൈൻ നമുക്ക് പറയാൻ പറ്റും. കേട്ടല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. എഴുതാ PQRS. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണോ? അല്ല, 7ാമത്തെ ആണ് അല്ലേ? 7th ക്വസ്റ്റ്യൻ ആണ്.
ഇത് 4 സെന്റിമീറ്റർ ആണ്. ഇത്രയും 4 സെന്റിമീറ്റർ. ഇത് 3 സെന്റിമീറ്റർ. ഇത് 3 സെന്റിമീറ്റർ. ഇത് ടോട്ടൽ 7 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതാ നമ്മുടെ എക്സ്. എസ് ആ എന്നുള്ളതാണ് എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സിനെ കണ്ടുപിടിക്കണം. ഈ ലെങ്ത് എത്ര എന്ന് കണ്ടുപിടിക്കണം. എത്ര? 6 ആണോ? എങ്ങനെ കിട്ടി? എത്ര മോന് കിട്ടിയ ആൻസർ? 6. വേറെ ആർക്കൊരു ഓപ്ഷൻ ഉണ്ട്? പറ. ഈ നീളത്ര ഇത് ഇത്രയും 3 ആ, ഇത് ടോട്ടൽ 7 ആ, ഇത്രയും മാത്രം 4 ആ. ഇത്രയും ഓപ്ഷൻസ് അതുണ്ട്. ഇവിടെ നിന്നും ഈ ടോട്ടൽ ലെങ്തിനെ കണ്ടുപിടിക്കണം. ഓക്കെ, എത്ര കിട്ടി? 6. വേറെ ആർക്കൊരു ഓപ്ഷൻ ഉണ്ടോ? 6 ആണെന്ന്. ഓക്കെ, നോക്കാം. എന്തോ 6 ആ. നോക്കിയാ മോനെ, ഇത് 4, ഇത് 4, ഇത് 4 ആയതുകൊണ്ട് ഇങ്ങോട്ട് എത്ര മോനെ? 4. ബാക്കി അപ്പൊ ഇതെത്ര? 3. ടോട്ടൽ 7 ആയതുകൊണ്ട് മണ്ടയ്ക്ക് 4 വേണം. ഇനി ഇതെത്ര? 3. അപ്പൊ ഇത് എത്ര? 3. ഇത് 3 ആയതുകൊണ്ട് ഇങ്ങോട്ട് ഇതെത്ര? 3 ആ. ശരിയല്ലയോ? ഇത് 3 ആയതുകൊണ്ട് ഇങ്ങോട്ട് 3, ഇത് 3 ആയതുകൊണ്ട് ഇത് 3. അപ്പൊ 3 + 3 ടോട്ടൽ എത്രയായി? 6 ആയി. മോനെ, ഈ ക്വസ്റ്റ്യൻ സാധാരണ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സർക്കിളില് ഒരു ക്വാഡ്രിലാറ്ററൽ കൊണ്ടല്ല സബ്സ്ക്രൈബ് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ എങ്ങനെയാ മോനെ എന്റെ ഉദ്ദേശം നോക്കിക്കേ. ഇത് 5, ഇത് 7, ഇത് എത്ര? 4. ഇതിനൊരു റിലേഷൻ ഉണ്ട്. നമ്മള് ടെക്സ്റ്റ് ബുക്കിൽ റിലേഷൻ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ ഇങ്ങനെ സർക്കിളിനെ ചുറ്റിപ്പറ്റി വന്നു കഴിഞ്ഞാൽ AB പ്ലസ് CD എന്ന് പറഞ്ഞാൽ BC പ്ലസ് ആർക്ക് ഈക്വലാണ്? AD. ഈ റിസൾട്ട് ഓർമ്മയിരുന്നോണം. നോക്കി മോനെ, ശ്രദ്ധിക്ക. എങ്ങനെയാ? AB പ്ലസ് DC ഓപ്പോസിറ്റ് സൈഡുകളുടെ സമ്മ് അടുത്ത ഓപ്പോസിറ്റ് സൈഡുകളുടെ സമ്മിന് എന്താണ്? ഈക്വൽ. അപ്പൊ ഇതും ഇതോട് ആഡ് ചെയ്യുന്നത് ഇതും ഇതോട് ആഡ് ചെയ്യുന്നതിന് എന്താ? ഈക്വലാ. അപ്പോൾ വേണ്ട AB എത്ര മോനെ? AB എത്ര? 5 പ്ലസ് CD എത്ര? 4 ഈക്വൽ ടു BC എത്ര? 7 പ്ലസ് AD എത്ര എന്ന് അറിയില്ല അല്ലേ? ഇതെത്ര വരും മോനെ? 9. ഈ 7 ഇപ്പുറത്ത് വരുമ്പോഴോ 9 - 7 എത്ര? 2 ഈക്വൽ ആരെന്ന് കിട്ടും? AD. അപ്പൊ ഈ നീളം എത്ര കിട്ടി? 2 കിട്ടി. ഓക്കെ, ഇത് ഓർത്തോണേ. ഒരു സർക്കിളിനെ ചുറ്റിപ്പറ്റി ഒരു ക്വാഡ്രിലാറ്ററൽ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സമം മറ്റേ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സമമായിട്ട് എന്താ? ഈക്വൽ. അത് വെച്ചുകൊണ്ട് നമുക്ക് 4th സൈഡിനെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഈ ഫിഗർ നോക്കാം. മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് കാണണം. ഇവിടെ 2 സർക്കിൾസ് ഉണ്ട്. ഞാൻ ഈ തന്നേക്കുന്ന വാല്യൂസുകൾ റേഡിയസ് ആരൊക്കെയാ മോനെ? റേഡിയസുകൾ 5 and 3. അപ്പൊ ഇവിടെ 5 മാർക്ക് ചെയ്യുന്നത് 5 മാർക്ക് ചെയ്യുന്നത് എവിടെയാന്ന് പറഞ്ഞ വലിയ സർക്കിളിന്റെ റേഡിയസ് രണ്ടിത് കണ്ടോണേ. ഇത് എത്ര മോനെ? 5. ഇത് എത്ര മോനെ? 3 ആണല്ലോ. ഇനി പി എത്ര മോനെ തന്നിട്ടുണ്ട്? ഇത് എത്ര തന്നിട്ടുണ്ട്? 12. അങ്ങനെയാണെങ്കിൽ ആരെ കണ്ടുപിടിക്കണം? PB എത്ര എന്ന് കണ്ടുപിടിക്കണം. എല്ലാവരും നോക്കിയിരിക്കണേ, ശ്രദ്ധിച്ചിരിക്കാൻ. നമ്മൾ പഠിച്ച സാധാരണ ഒരു സർക്കിളും അതുപോലുള്ള ടാൻജന്റും ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഇങ്ങനെയല്ല പഠിക്കാറുള്ളത്. ഇങ്ങനെ ഒരു സർക്കിളും ഇത്രയല്ലേ പഠിക്കാറുള്ളൂ. ഇതല്ലേ പഠിക്കുന്നത്. ഇത് 3 നമ്മുടെ റിലേഷൻ ഉണ്ട്. ഇത് ഏതാ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്നത്? ഈ 3 സൈഡിൽ ഏതാ ഹൈപ്പോട്ടന്യൂസ്? രണ്ടത്. ഇതാണ് എന്ത്? 90ക്ക് ഓപ്പോസിറ്റ്. ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ അത് തന്നെയാ. നിങ്ങൾ എന്താണ് ഇത്രയും ഭാഗം നോക്കിക്കാ മോനെ? ഇത്രയും ഭാഗം നോക്കിയാൽ നോക്ക്, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലയോ? ഇത്രയും ഭാഗം നോക്കിക്കേ, ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ലയോ? ഇത് 12 ഉണ്ട്, ഇതാരുണ്ട്? ആരാ? 5. അങ്ങനെയാണെങ്കിൽ ഈ നീളത്തിന് എങ്ങനെയാണ് വിളിക്കാം? √12² പ്ലസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഡിസ്റ്റൻസ് ആ. ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു എക്സ്റ്റേണൽ പോയിന്റ് ക്യാൻ ബി √12² പ്ലസ് ആരാ? 5². √12² പ്ലസ് 5² ചെയ്ത് വന്ന √169 കിട്ടും. ആൻസർ ആരെ കിട്ടുമോനെ? 13. ഇത് 144, ഇത് 25. ആഡ് ചെയ്യുമ്പോൾ 169, റൂട്ട് എടുക്കുമ്പോൾ 13. അപ്പൊ ഈ നീളം എത്ര കിട്ടി? 13. ഇനി ഈ ഫിഗർ നോക്ക്. ഈ ഫിഗർ ഇതിപ്പോ എത്ര? 3.
ഇതെത്ര 13. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്തിനെ പിന്നെ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഹൈപ്പോട്ടന്യൂസ്, ഇതതിന്റെ ബേസ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ടാൻജന്റിനെ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് ആരായിരിക്കും 13 സ്ക്വയർ മൈനസ് ആരാ മോനെ 3 സ്ക്വയർ. കേട്ടോ, അങ്ങനെ 2 തവണ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. ആദ്യം ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഇതും വെച്ചുകൊണ്ട് ഈ സൈഡിനെ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഇതും വെച്ചുകൊണ്ട് ഈ ലെങ്തിനെ കണ്ടുപിടിക്കണം. 13 സ്ക്വയർ ഇസ് എത്ര? 169. 3 സ്ക്വയർ എത്ര? 9. ആൻസർ റൂട്ട് ഓഫ് ആരാ മോനെ 160. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ പി ബിയുടെ നീളം എത്ര മോനെ 160. അടുത്തോടെ പറഞ്ഞിട്ട് എഴുതാം. ശ്രദ്ധിക്കേ, ഇത് നിങ്ങൾക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കേട്ടോ. L ഉണ്ട്, H ഉണ്ട്, F1 ഉണ്ട്, F0 ഉണ്ട്, F2 ഉണ്ട്. ആരെ കണ്ടുപിടിക്കാനാ? മോൾ. What is the formula for finding the mole? What is the formula for finding the mole? L plus F1 plus O. F1 minus F0 by 2F1 minus F0 minus F2. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡയറക്റ്റ് കിട്ടും. അത് വിട്ടേരെ. ഓക്കെ, ഇന്റെ H കൂടെ. ഓക്കെ, ഇത് നോക്കിക്കേ, ഇതെല്ലാം നോക്കിയിരിക്കും. പിന്നെ എഴുതാം. ഇപ്പൊ ഒന്നും എഴുതരുത്, ഒന്ന് കണ്ടേരെ. x equal to a cos cube theta and y is equal to എത്ര മോനെ b sin cube theta. ഓക്കെ, അതിനാണെങ്കിൽ x raised to 2/3 plus y raised to 2/3 equal എത്ര എന്നാണ് 1. അവിടെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണോ ഒന്ന് നോക്കിക്കോട്ടെ. കറക്റ്റ് ആയിട്ട് കിടക്കുന്നത് കേട്ടോ. x by a അങ്ങനല്ല, x by a whole raised to 2/3 y by b whole raised to ആരാ മോനെ 2/3. ഇങ്ങനെയാണ് ഫുൾ ക്വസ്റ്റ്യൻ കേട്ടോ. x by a whole raised to 2/3 plus y by b. ഇത് പഠിച്ചോണം. ഇങ്ങനത്തെ കഴിഞ്ഞ വർഷം പബ്ലിക് എക്സാമിനുണ്ട്, ബോർഡ് എക്സാമിനുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു എയും ബിയും ചേർത്ത് ഒരു ഇക്വേഷൻ പോലത്തെ കേട്ടോ. അത് പഠിച്ചോണം. കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നോക്കണേ. അപ്പൊ എക്സ് ഇത്രയല്ലേ മോനെ? എല്ലാവരും നോക്കണേ. എക്സ് ബൈ എ ഹോൾ റൈസ് 2/3 പ്ലസ് y by a y by b അല്ലയോ? y by b ഹോൾ റൈസ് ആരാ 2/3 ഈക്വൽ ടു എക്സിന്റെ വാല്യൂ എത്ര മോനെ? a cos cube theta. അപ്പൊ നോക്കിയാണ്ട് ഈ എക്സിന്റെ പ്ലേസിലോട്ട് a cos cube theta കൊടുത്തു. എക്സിന് ഈ എക്സിന് ഇത്രയും വാല്യൂ കൊടുത്തു. ബൈ ആരുണ്ട്? a. അപ്പൊ ഇതിന്റെ താഴെ ആരെ കൊടുക്കണം? a. ഹോൾ റേഷ്യോ ആരെ കൊടുക്കണം മോനെ? 2/3. ഇത് മനസ്സിലായോ? x by a ഹോൾ റേഷ്യോ 2/3 എന്നുള്ളത് എക്സിന്റെ വാല്യൂ ബൈ a ഹോൾ റേഷ്യോ 2. അങ്ങനെയാണെങ്കിൽ അടുത്ത ബ്രാക്കറ്റ് പറഞ്ഞേ, ഇവിടെ നിന്ന് പറഞ്ഞേ y by b ഹോൾ റേഷ്യോ 2/3 എന്നുള്ളത് എന്തായിരിക്കും? b sin cube theta by b ഹോൾ റേഷ്യോ ആരാ 2/3. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? എക്സിനും വൈക്കും വാല്യൂസുകൾ അവർ തന്നേക്കുന്നതിനെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ഇത് സിംപ്ലിഫിക്കേഷൻ കണ്ടോ. ഇവിടെ a എന്തായി പോകും മോനെ? ക്യാൻസൽ. ഇവിടെ b എന്തായി പോകും മോനെ? ക്യാൻസൽ. ബാക്കി ആരുണ്ട് ഇവിടെ? cos cube theta ഹോൾ റേസ്ഡ് ടു 2/3 പ്ലസ് sin cube theta ഹോൾ റേസ്ഡ് ആരാ 2/3 ആണല്ലോ. അവിടെ ആര് ക്യാൻസൽ ആവുന്ന കണ്ടോ മോനെ? cos ക്യൂബിന്റെ 3യും 2/3 3യും തമ്മിൽ എന്തായി പോകും? ബോത്ത് ആർ പവേഴ്സ്. രണ്ടും പവറുകളാ. രണ്ടും പവറിൽ ഇങ്ങനെ 3 into 2/3 അങ്ങനെ 3 into 2/3 എന്ന് പറയുമ്പോൾ 3 എന്തായി പോകും? അവിടെ അപ്പൊ ആര് ക്യാൻസൽ ആവും? 3 ക്യാൻസൽ ആവും. ബാക്കി ആരൊക്കെ ഉണ്ട് മോനെ? ഇവിടെ cos theta, ഇവിടെ ആരാ? സ്ക്വയർ. cos theta square can be cos square theta. sin theta square can be sin square theta. cos square theta plus sin square theta എത്രയായി? 1 ആയി. ഓക്കെ ആണല്ലോ മോനെ? √3 sin. ഓക്കെ, √3 sin theta equal to 1. find sec square theta minus cosec square theta. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് √2 sin theta equal to 1 ആ. അവിടുന്ന് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇച്ചിരി ഈസിയാ. √2 sin theta 1 ആണെങ്കിൽ അവിടുന്ന് sin theta എത്ര കിട്ടും മോനെ? എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് ആ ട്രിഗണോടൈപ്പിനെ മാത്രം ലെഫ്റ്റിലാക്കിക്കൊണ്ട് അതിന്റെ കൂടെയുള്ള നമ്പറിനെ അപ്പുറത്തെ നമ്പറിനെ താഴെ എത്തിക്കണം. ഇത് കറക്റ്റ് നിങ്ങൾ ടേബിളിൽ പഠിച്ചതാ. sin theta 1/√. ഏത് ഡിഗ്രിക്കാ? 45. അത് വെച്ചോണ്ട് ചെയ്യാം. നിങ്ങൾ മറ്റേ സൈഡ് ബൈ സൈഡ് ഒന്നും ചെയ്യണ്ട. 1/√2 എന്ന് പറയുമ്പോൾ തീറ്റ നമുക്ക് ആരാമനെ 45 ഡിഗ്രി sin 45 അല്ലേ 1/√2. അപ്പൊ sin theta equal 1/√2 then theta is equal എത്ര ഡിഗ്രിയാ? 45. അങ്ങനെയാണെങ്കിൽ sec square theta എന്ന് പറയുമ്പോൾ sec square 45 cosec square theta എന്ന് പറയുമ്പോൾ cosec square minus ആരാ 45. sec square 45 എത്ര മോനെ?
√2 സ്ക്വയർ കൊസി സ്ക്വയർ 45 എത്ര √2 സ്ക്വയർ ആൻസർ ആരാ 0 ഇത്രേ ഉള്ളായിരുന്നു കേട്ടോ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല നമ്മൾ കാട് കയറി നടുക്കങ്ങാണ്ട് നിന്ന് വീണ് കിടക്കുക ഇല്ലയോ ഇത്രേ ഉള്ളൂ ഇത് കണ്ട അറിയണം √2 sin θ1 സൈൻ നിങ്ങൾ ഓർത്തോണം ഇങ്ങനെ സൈന് കോസ് എന്നൊക്കെ പറയുമ്പോൾ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ നമ്മുടെ ടേബിളിലെ ആണെങ്കിൽ ഡിഗ്രി കിട്ടും ഉടനെ ടേബിളിലെ ആണെങ്കിൽ എന്ത് കിട്ടും ആ ഡിഗ്രി വെച്ചോണ്ട് ഇവിടെ കൊടുത്തങ്ങ് ചെയ്താൽ മതി അപ്പം അല്ല സൈഡ് ബൈ സൈഡ് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് എന്നുള്ള പരിപാടി ഇവിടെ വേണ്ട ഇതിപ്പോ ഈ 1/√2 1/7 എന്നാണെങ്കിൽ ഇപ്പൊ അത് പറ്റുമോ ഇല്ല അപ്പൊ നിങ്ങൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അപ്പൊ ഇല്ലാത്ത സൈഡ് ഏതാ അഡ്ജസന്റ് സൈഡ് അത് കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ കൊടുക്കാം പക്ഷെ ഇത് കണ്ട് ഈസി ആയില്ലയോ ഇങ്ങനെ ചെയ്യാവുള്ളൂ നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ രണ്ട് സെക്ടറുകൾക്ക് ഇടയ്ക്കുള്ള ഏരിയ എന്താണ് രണ്ട് സെക്ടറുകൾക്ക് ഇടയ്ക്കുള്ള ഏരിയ ഇൻ ബിറ്റ്വീൻ ടു സെക്ടേഴ്സ് ഫോർമുല കേട്ടോ നമ്മുടെ ഫോർമുല ആയിരുന്നു θ/360 × πr². ഇതാണ് എന്റെ ഫോർമുല എല്ലാരും പഠിച്ചോ ഏരിയ ഇൻ ബിറ്റ്വീൻ ടു സെക്ടേഴ്സിന്റെ ഫോർമുല θ/360 × π ക്യാപിറ്റൽ R² മൈനസ് ക്യാപിറ്റൽ R ഇവിടെ ആരാ സ്മോൾ ആർ ആരാ 14 അപ്പൊ എങ്ങനെ തീറ്റ ഇവിടെ എത്ര മോനെ 90/360 × π ആരാ 22/7 × 21² മൈനസ് 14². ദാറ്റ് ഈസ് ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 4 അപ്പൊ 20 അല്ലേ 4 ആയില്ലേ 22/4 × 7 21² മൈനസ് 14². വാട്ട് ഈസ് 21²? ഒന്നിൽ A+B × A-B അപ്ലൈ ചെയ്യാം ഇച്ചിരി ഈസി ഒക്കെയാ പക്ഷെ നിങ്ങൾ തോന്നുന്നു എനിക്കറിയില്ല 21². നിങ്ങൾ 21 സ്ക്വയർ കണ്ടുപിടിക്കും 14 സ്ക്വയർ കണ്ടുപിടിക്കും എന്നിട്ട് മൈനസ് ചെയ്യും ടൈം പോതില്ലയോ ഞാൻ ഇന്ന് കാണിക്കും നിങ്ങൾക്ക് അതറിയാം ഞാൻ ഈ മെത്തേഡ് ഇന്ന് കാണിക്കുമ്പോൾ ഇത് ഈസിയാ നോക്കിക്കേ A² - B². വാട്ട് ഈസ് A² - B²? A+B × അപ്പൊ എന്ത് വരും 21 + 14 × 21 - 14 that is equal to 22/4 × 7. 28 എന്ന് എഴുതാം ഞാൻ എഴുതുന്നില്ല 4 × 7 ഇതൊന്ന് പറഞ്ഞേ 21 + 14 ആരാ 35 21 - 14 ആരാ 7 നോക്ക് ഈ 7 ഉം ഈ 7 ഉം തമ്മിൽ എന്തായി പോയി ക്യാൻസൽ ആയി ഇതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് 11 ആയി ഇത് എത്ര ആയി 2 11 × 35/2 ആൻസർ 385/2 ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ 385/2 തീർന്നു നിങ്ങളില്ലെങ്കിൽ 21 സ്ക്വയർ കണ്ടുപിടിക്കണം 14 സ്ക്വയർ കണ്ടുപിടിക്കണം മൈനസ് ചെയ്യണം കുറെ ടൈം പോകും ഇങ്ങനെയൊക്കെ കണ്ടാൽ A+B × A-B അപ്ലൈ ചെയ്താൽ ഈസി ആവും കേട്ടോ ഇത് ഏരിയ സെക്ടറിന്റെ ഏരിയയുടെ ഫോർമുല θ/360 × πr². നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം നെക്സ്റ്റ് അത് കിട്ടി നെക്സ്റ്റ് സെഗ്മെന്റിന്റെ ഏരിയ വേണമെങ്കിൽ സെക്ടറിന്റെ ഏരിയയിൽ നിന്നും ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം ഈ കിട്ടുന്ന ആൻസർ മൈനസ് ഏതാ മൈനസ് സെഗ്മെന്റ് ഏരിയ വേണം ഇതാ നമ്മുടെ സെഗ്മെന്റ് കേട്ടോ ഇതാ നമ്മുടെ ആരാ സെഗ്മെന്റ് അപ്പൊ ഈ സെക്ടറിന്റെ ഏരിയ ഇത് കിട്ടിയല്ലോ അതിൽ നിന്നും ട്രയാങ്കിളിന്റെ ഏരിയ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ മോനെ അപ്ലൈ ചെയ്യേണ്ടത് ½ BH 90° റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് കേട്ടോ ദിസ് വാല്യൂ മൈനസ് ½ × B എന്ന് പറഞ്ഞാൽ H എന്ന് പറഞ്ഞാൽ 10 × 10 ആണ് കട്ട് ചെയ്യുമ്പോൾ 50 കിട്ടും ദിസ് നമ്പർ മൈനസ് ആരാ 50 കേട്ടോ 5 ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കേട്ടോ എളുപ്പം കംപ്ലീറ്റ് ചെയ്യും ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ മീഡിയൻസ് ഓഫ് ദ ട്രയാങ്കിൾ ABC whose vertices are given this. Next find the LCM and HCF for 404 and 96 and verify. അത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു പഴയ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സാധാരണ ഒരു ക്വസ്റ്റൻ ആണ് എക്സാം ചോദിക്കുക അതൊന്നും നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എക്സാമിനൊക്കെ ചോദിക്കാം കേട്ടോ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിരുന്ന് പഠിക്കാൻ അല്ലാതെ എക്സ്ട്രാ അല്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെല്ലാം മാറ്റി വെച്ചിട്ടൊന്നും പറ്റത്തില്ല ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റനാ പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് വെച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റനാ ശ്രദ്ധിച്ചോ A-B-C മോനെ ഒരു ട്രയാങ്കിളിന് 3 മീഡിയൻസ് ആണുള്ളത് എത്ര 3 മീഡിയൻസ് ഉണ്ട് കേട്ടല്ലോ ഞാനിപ്പോൾ ഫസ്റ്റ് മീഡിയൻ അപ്പൊ A എത്രയായിരുന്നു മോനെ 0, -1 2, 1 0 3 ശ്രദ്ധിച്ചിരിക്കണം ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഒന്നും എഴുതാതെ ഓക്കെ ഞാൻ ഫസ്റ്റ് മീഡിയൻ ഡ്രോ ചെയ്യാൻ പോവാണ് ഇതാണ് മീഡിയൻ കേട്ടല്ലോ നമ്മൾ മീഡിയൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഫ്രം വൺ വെർട്ടെക്സ് ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് അതാണ് മീഡിയന്റെ ഡെഫിനിഷൻ കേട്ടല്ലോ ഇവിടെ നിന്നും ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ഇത് മിഡ് ആണ് കേട്ടോ അപ്പോൾ ഈ പോയിന്റിനെ നമ്മൾ കണ്ടുപിടിക്കണം അതിന് ഞാൻ പേര് കൊടുക്കുക D കേട്ടോ
ഡി. അപ്പൊ ഡി യെ കണ്ടുപിടിക്കുന്ന എങ്ങനെ മോനെ? x1 + x2/2 y1 + y2/2 മിഡ് പോയിന്റ്. അപ്പൊ ഈ രണ്ട് പോയിന്റ്സിന്റെ ആരാ മോനെ? മിഡ് പോയിന്റ്. അപ്പൊ 2 + 0/2 2 + 0/2 എത്ര മോനെ? 2/2 1. ഈ പോയിന്റ് എത്ര കിട്ടി? 1. അടുത്തത് y1 + y2/2 1 + 3/2 1 + 3/2 എത്ര? 4/2. ആൻസർ ആരെ കിട്ടി? 2. അപ്പൊ നമ്മുടെ ഇപ്പൊ എയുമായി ഡിയുമായി AD ആണ് നമ്മുടെ ഫസ്റ്റ് മീഡിയൻ. ആരാ? AD ആണ് നമ്മുടെ ഫസ്റ്റ് മീഡിയൻ. ഇവിടെ എ ആരുണ്ട്? ഡി ആരുണ്ട്? 1 2. അപ്പൊ നമുക്ക് മീഡിയൻ, ഫസ്റ്റ് മീഡിയൻ AD. എ ആരായിരുന്നു? 0 - 1. ഡി ആരായിരുന്നു മോനെ? 1 2. നിങ്ങളുടെ ഡിസ്റ്റൻസ് ഫോർമുലയോ നമ്മൾ പഠിപ്പിച്ച ഷോർട്ട് കട്ടും വേണേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അറിയാലോ രണ്ട് പോയിന്റ്സിന്റെ ഡിസ്റ്റൻസിന്റെ ഷോർട്ട് കട്ട് എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? ഒന്നുകൂടെ കേട്ടോ. 0 - 1 and 1 2. 0 1 നോക്കണം. ഒന്ന് നോക്കണ്ടേ? 0 ആയതുകൊണ്ട് കളഞ്ഞിട്ട് 1 സ്ക്വയർ എത്ര? 1. -1 and 2 both are different sign. -1 and +2 ആഡ് ചെയ്യുമ്പോൾ 3 സ്ക്വയർ ഈസ് എത്ര? 9. ആൻസർ √10. അപ്പൊ ഫസ്റ്റ് മീഡിയൻ ആയി. ഫസ്റ്റ് മീഡിയൻ. ഇനി സെക്കൻഡ് മീഡിയൻ വേണമെങ്കിൽ ബി നിന്നുണ്ട്. ഇതാ നമ്മുടെ ആരാ മോനെ? സെക്കൻഡ് മീഡിയൻ. ഞാനിപ്പം ABCDE പേര് കൊടുക്കുക മോനെ. ഇ എങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞേ? ഇ മിഡ് പോയിന്റ് ഓഫ് ആരാ? AC. പറഞ്ഞേ ഈ പോയിന്റ് എന്ന് പറഞ്ഞേ. 0 + 0/2 കാണുന്നുണ്ടോ? 0 + 0 + 0/2 0/2 എത്ര തന്നെയാ? 0. ബൈ കോർഡിനേറ്റ് പറഞ്ഞേ. -1 + 3/2 -1 + 3/2 എന്ന് പറയുമ്പോൾ 2/2. ആൻസർ ആരാ? 1. അങ്ങനെ ഇപ്പൊ നോക്കിക്കേ. ബി ആയി ഇ ആയില്ലേ മോനെ? ബി ആരാ? 2 1. ഇ ആരാ? 0 1. പറഞ്ഞേ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് പറഞ്ഞേ. 2 and 0 4 1 and 1 0. ആൻസർ ഈസ് √4 2. കേട്ടോ? നിങ്ങൾ ചെയ്താൽ കിട്ടും. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ആരാ? സി എന്നൊന്നും. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുക. ആരാ? എഫ്. അത് ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലയോ? എഫ് എങ്ങനെ കണ്ടുപിടിക്കും? മിഡ് പോയിന്റ് ഓഫ് ദീസ് ടു. 0 + 2/2. വാട്ട് ഈസ് 0 + 2/2? 1. അടുത്ത -1 + 1/2 -1 + 1/2 0. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഡിസ്റ്റൻസ് CF ആണ്. സി ആരായിരുന്നു? 0 3. ഡി ആരാ? എഫ് ആരായിരുന്നു? 1 0. പറഞ്ഞ ഡിസ്റ്റൻസ് പറഞ്ഞ 0 and 1 1 3 and 0 9. ആൻസർ √10 ആരാ? 0. മനസ്സിലായല്ലോ? അങ്ങനെ എത്ര മീഡിയൻ ഉണ്ടായിരുന്നു? 3. അപ്പൊ 3 മിഡ് പോയിന്റ്സും 3 ഡിസ്റ്റൻസ് ഫോർമുലയും. മനസ്സിലായല്ലോ? 3 മിഡ് പോയിന്റ് ഫോർമുല അപ്ലൈ ചെയ്യണം. 3 ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 3 മീഡിയന്റെ ലെങ്ത് കിട്ടും. ക്ലിയർ ആയില്ലയോ? എളുപ്പം ചെയ്യാം. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും.